പ്രിയപ്പെട്ടവരെ, ആരാണ് യഥാർത്ഥ ഒരു അമ്മ എന്ന് ഒരു ഇറ്റാലിയൻ കഥ പറയുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ദൈവാലയ കർമ്മങ്ങൾക്ക് ശേഷം ശ്മശാനത്ത് ദേവാലയ സെമിത്തേരിയിൽ കൊണ്ടുവന്ന് ആ മകനെ അടക്കം ചെയ്യുകയാണ്. അടക്കം ചെയ്തു എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ ആ ശവകുടീരത്തിങ്കിൽ അരികിലിരുന്നു കൊണ്ട് അമ്മ കണ്ണുനീർ വാർത്ത് കരയുകയാണ്. ഒറ്റപ്പെട്ടു പോയ ആ ജന്മം. പെട്ടെന്ന് ആകാശം ഇരുണ്ടു, മഴത്തുള്ളികൾ ഇറ്റിറ്റായി വീഴാൻ തുടങ്ങി. അമ്മ കുട നിവർത്തി. എന്നിട്ട് മകനോട് പറഞ്ഞു, മോൻ മഴ നനയണ്ട കേട്ടോ. മോൻ മഴ നനഞ്ഞാൽ ജലദോഷം വരും, പനി പിടിക്കും. അതുകൊണ്ട് മോന് മഴത്തുള്ളികൾ തലയിൽ വീഴണ്ട കേട്ടോ. അമ്മ കുട പിടിച്ച് ആ മകന് വേണ്ടി കാവലിരുന്നു. ആരാണ് അമ്മ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു കുട പോലെ നമുക്ക് തണലേകുന്ന, നമുക്ക് സംരക്ഷണം നൽകുന്നവളാണ് അമ്മ എന്ന് പറയുന്നത്. അതാണ് അമ്മയുടെ സ്നേഹം. ആ സ്നേഹത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. പെറ്റമ്മയുടെ സ്നേഹത്തെക്കാൾ അധികമായി സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ. യെശയ്യാ പ്രവാചക പുസ്തകം 49:15 പറയുന്നില്ലേ, മുല കുടിക്കുന്ന കുഞ്ഞിന് പെറ്റമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? അവൾ തൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അതാണ് ദൈവസ്നേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ തണലിൽ നമുക്കായിരിക്കാം. അവിടുന്ന് താങ്ങും തണലും തുഷാരവുമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ പെറ്റമ്മയേക്കാൾ അധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, എന്നും നിൻ്റെ മടിത്തട്ടിൽ ചായുവാൻ, നിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിൻ്റെ ആ സ്നേഹം എൻ്റെ ജീവിതത്തിൽ എന്നും സ്വീകരിക്കുവാൻ, ആ ബലിയിലൂടെ അവിടുത്തെ അനുഭവിച്ചറിയുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കുമായി നേരുന്നു.